അപ്പം ഞാൻ ഇപ്പോൾ ആഴിമലയാണത്. ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ KSRTC ബജറ്റ് ടൂറിൻ്റെ ബസ് ഇതാ പോകുന്നുണ്ട്. ഈ ബസ് ഭയങ്കര റെയറാണ്, അങ്ങനെ കാണാൻ കിട്ടില്ല. കൊള്ളാമല്ലേ ആ ബസ്? ഇതൊരു കച്ചേസ് ബസ്സാണ് കേട്ടോ, ചെറിയ ബസ്സാണ്. മുടുക്കിലേക്ക് കൂടെ ഓട്ടിപ്പോകേണ്ട ബസ്സാണ്. ഇത് ആഴിമലയിലേക്കുള്ള സ്പെഷ്യൽ സർവീസാണ്. ആഴിമല ശിവ ടെമ്പിളിൻ്റെ ഇപ്പോൾ ബാക്കിലും ഇത് ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. വലിയ ഒരു 4 വീലർ പാർക്കിംഗ് ഏരിയ ആണ്. ഇത് അങ്ങോട്ടാണ് ആഴിമല. പിന്നെ ഇവിടെ ആഴിമല ചേർന്ന ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ശങ്കർ എത്തിയിട്ടില്ല. ശങ്കർ എത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാൻ. ബജറ്റ് ടൂർ ബസ്സിൽ കയറാൻ വേണ്ടി ആൾക്കാരൊക്കെ ഓടി വരികയാണ്. ഈ ബസ്സിന് മാത്രമേ നിങ്ങൾക്ക് ആഴിമല ക്ഷേത്രം വരെ പോകേണ്ട ആക്സസ് ഉള്ളൂ. ഇത് നോർമൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ബജറ്റ് ടൂർ ബസ്സിൽ കയറുന്നു. ഇവിടെ നേരെ എൻ്റെ കൂടെ ഇറങ്ങി താഴെ പോകുന്നു. ലോങ് ചേസ് ബസ്സിന് പറ്റില്ല കേട്ടോ ആ വഴി കൂടെ പോകാൻ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബസ്സുകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ആഴിമല ക്ഷേത്രത്തിൽ പോകേണ്ട വഴി കേട്ടോ, ആർച്ച്. ഈ ബസ്സിൽ കയറിയ നേരെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ബസ് അങ്ങ് കയറിപ്പോ. ഈ ബസ്സിൽ കയറി നേരെ ആഴിമലയ്ക്ക് പോകാം. വീഡിയോ വന്നില്ല പിന്നെ അവിടെ നിന്ന് താഴെ വന്ന് ഈ ഒരു ബസ് പാർക്ക് ചെയ്യുന്നത് ആഴിമലയിലെ ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് ആൾക്കാരൊക്കെ എരികൊണ്ട് പോകുന്നതും വരുന്നതും. ഓക്കെ, ഇത് നമ്മൾ ആഴിമല ക്ഷേത്രത്തിൻ്റെ എൻട്രി പോയിന്റ്. പിന്നെ അകത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇത് ആഴിമല ജംഗ്ഷൻ പോകാൻ വേണ്ടി 50 രൂപയാണ് ഓട്ടോ ചാർജ്. ഇത് ആൾക്കാരൊക്കെ ഇറക്കിയിട്ട് നമ്മളെ ബജറ്റ് ടൂറിൻ്റെ വണ്ടി ബസ് ഇതേ പോകുന്നു. ശിവൻ്റെ വലിയൊരു സ്റ്റേച്ചു ബാക്കിൽ കാണാം. ബാക്കി ഡീറ്റെയിൽ പെട്ടെങ്കിൽ അകത്തൊക്കെ എന്ത് കാണിച്ചു തരാം കേട്ടോ. എന്താ പറയുക, എനിക്കൊരു സ്ലിപ്പ് വന്നു ചേട്ടാ. സ്ലിപ്പ് കൊണ്ട് എന്താണ് ഒരു ഉപയോഗം? എന്താണ്? ഇതൊരു ലക്കി ഡ്രൈവാണ്. ഓക്കെ, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ ഒരു ലക്കി ഡ്രൈവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള കണ്ണാടിയാണ് സമ്മാനം. ആറന്മുള കണ്ണാടി. അപ്പോൾ എനിക്ക് കിട്ടുമോ? ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ എഴുതിയിടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങളും കൂടെ ഒന്ന് എഴുതിയിടണം. നാളെ കൂടെ ഉള്ളല്ലേ? നാളെ കൂടെ ഉള്ളൂ. ഇത് കൂടാതെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് ട്രിപ്പുകളുടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ ടൂറിസം പാക്കേജുകളെ കുറിച്ചുള്ള വിവരണങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ടൂറിസം പാക്കേജിന്റെ ഡീറ്റെയിൽ ആയ ഒരു പാംഫ്ലെറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ട്രാവൽ കാർഡുകളുടെ സെയിലുണ്ട്. ഓക്കെ, ഇതാണ് പുതിയ KSRTC ട്രാവൽ കാർഡ്. നിങ്ങളതിൽ ആരുടെ കയ്യിലുണ്ടെന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് 100 രൂപയാണല്ലേ? 100 ആൾക്കാർ ഇറങ്ങിയിട്ട് നടന്നവരുണ്ടല്ലോ. ഇത് ഞാനും ഇട്ട് ഇതിൻ്റെ ലക്കി കൂപ്പൺ. ഇതിൻ്റെ കുംഭമേളയുള്ള സർവീസുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇത് സീറ്റുകൾ ബുക്ക് ചെയ്യാൻ വിളിക്കുന്നതിനകത്ത് 3 നമ്പർ എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ആഴിമല കേവ് ടെമ്പിൾ മാനേജറിനെ പിടിച്ചെടുത്തിട്ടുണ്ട്. ചേട്ടാ വരീനി 5 മണിക്ക് ഇങ്ങോട്ടാണ് നമ്മളെ കേവ് ടെമ്പിളിന്റെ എൻട്രി പോയിന്റ്. ഇത് കേവ് ടെമ്പിളിന്റെ എൻട്രി പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്. ടിക്കറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. അടിപൊളിയാണ്. മസ്റ്റ് വിസിറ്റ് സ്പോട്ട്. ചേട്ടാ സെറ്റ്. ഇതാണ് കേവിലോട്ട് പോകുന്ന എൻട്രി പോയിന്റ്. അവിടെ നിന്ന് പാസ് എടുത്ത് കയറി ഈ നടന്ന് വേണം കേവിൻ്റെ അകത്തോട്ട് പോകാൻ. ഇതാണ് നമ്മളെ ശിവ സ്റ്റാച്ചു. അടിപൊളിയല്ലേ? ഇവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തെന്നറിയാമോ? ഇത് കണ്ടോ, ശിവയുടെ സ്റ്റാച്ചു. ഇത് നമ്മളെ ചേട്ടൻ കട്ട പണിയെടുക്കുകയാണ്. ചേട്ടാ ഒരു ഹായ് എടുത്തോ. അപ്പോൾ പണി ചേട്ടാ.
ഇത് ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് കേട്ടോ. ഫുൾ ബ്ലോക്ക്, ഒരു പുതിയ ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. ഇനി നമുക്ക് താഴോട്ട് പോയി, അവിടെയാണ് മെയിൻ പാർക്കിങ്ങും അങ്ങനെ സ്ഥലമൊക്കെ ഉള്ള താഴോട്ടാണ് കേട്ടോ. നടയൊക്കെ അടച്ചു കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ഒച്ചയും ഉണ്ട് വെയിലും ഉണ്ട്. ആ തൊട്ടിലൊക്കെ കൊള്ളാം കേട്ടോ കാണാൻ. തൊട്ടിൽ കെട്ടിയിരിക്കുന്നത് അടിപൊളി. കടലും കടലിൻ്റെ ലൊക്കേഷനും. അതാണ് അടിമലത്തുറ ബീച്ച്. ക്ഷേത്രത്തിന് വേണ്ടിയുള്ള പൂക്കളൊക്കെ ഇതാ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിനുള്ള പൂക്കളാണ്. എന്താ പുഷ്പാഭിഷേകത്തിനുള്ള വൈകുന്നേരം. ഓക്കെ ഓക്കെ. നമ്മൾ നേരത്തെ വന്ന് അവിടെ കൂടെ ഇങ്ങോട്ടാണ് പോയത്. ഇനി നമുക്ക് ഇവിടെ നേരെ പോകുന്നത് ഊട്ടുപുരയിലോട്ടാണ്. ഇവിടെ ഉത്സവത്തിൻ്റെ എല്ലാ ദിവസവും ഇവിടെ ഫുഡുണ്ട് കേട്ടോ. അപ്പോൾ അതെ ലൈൻ എത്തി, ഇവിടെ കൂടെ ലൈൻ സ്റ്റാർട്ട് ആവുന്നത്. ഇങ്ങനെ എത്ര ദിവസം ഉണ്ട് ഇവിടെ ഫുഡൊക്കെ? 10 ദിവസം ഉണ്ടായിരുന്നു. ഇനി 2 ദിവസം കൂടി ഉണ്ട്. 2 ദിവസം ഉണ്ട്. അതെ, ഇവിടെ നിന്ന് നമുക്ക് ആഴിമല നമ്മൾ ശിവൻ്റെ ആ സ്റ്റാച്ചു കാണാം. ഇത് ഫുൾ ലൈൻ ഇപ്പോൾ ഉള്ളത് ഫുൾ സദ്യ കഴിക്കാനുള്ള ലൈനാണ്. അന്ന് ബീച്ച് വ്യൂ ആയിട്ട് നമുക്ക് ബീച്ച് വ്യൂവും കണ്ട് നമുക്ക് സദ്യ കഴിക്കാൻ പറ്റിയ ഏക സ്പോട്ടാണ് നമ്മളെ ആഴിമല ഈ ഒരു ഉത്സവ സമയം. ഇവിടെ ഫുഡ് ഫുൾ സദ്യ അങ്ങ് വരെ പോയിട്ട് കഴിച്ചിട്ട് ഇതേപോലെ എടുത്ത് അവിടെ ചെന്ന് ഇരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് സദ്യ എന്തായാലും കഴിക്കില്ല, എന്തായാലും നമ്മൾ ആഴിമല സ്പെഷ്യൽ പായസം കുടിക്കാം. റിച്ച് സാധനം കൊള്ളാം കേട്ടോ. അപ്പോൾ സദ്യ അടിപൊളിയായിരിക്കും കേട്ടോ. പായസം ഒരു രക്ഷയില്ല, സെറ്റ് പായസം. അതെ, ഐ ലവ് ആഴിമലയുടെ അടുത്താണ് നമ്മൾ പോകുന്നത്. ഇത് ഫുള്ള് സദ്യ കഴിക്കുന്ന ഏരിയയും നേരെ പോയത് ഐ ലവ് ആഴിമല എന്ന ബോർഡ് കാണാം കേട്ടോ. ഇത് ഞങ്ങൾ അറ്റത്ത് നോക്കിയാൽ കണ്ടാൽ അവർ മാത്രമായിട്ട് കടൽ കാണാൻ വേണ്ടി സീ വ്യൂ ഉള്ള സദ്യ. ഇവിടെ അടിപൊളി കയ്യാനും പാത്രം കഴിയാനൊക്കെ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പൈപ്പിൻ്റെ കണക്ഷനൊക്കെ ഉണ്ട്. ഇതവിടെ പാത്രം കഴിയുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ക്ലൂസീവ് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇത് എപ്പോഴും ഓപ്പൺ അല്ല, ഉത്സവം ആയതുകൊണ്ട് ആൾക്കാർ കുറച്ച് ഇരിക്കാനും പോകാനൊക്കെ സ്ഥലം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ നോർമൽ ഡേയ്സിൽ ഓപ്പൺ അല്ല കേട്ടോ. ഇതാണ് നമ്മളെ ആഴിമല എക്സ്ക്ലൂസീവ് ഏരിയ. ശങ്കറെ, ഉത്സവം ആയതുകൊണ്ട് മാത്രം ഓപ്പൺ ചെയ്തിട്ടല്ലേ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ, കിടക്കാൻ വേണ്ടി. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ഇതൊക്കെ എല്ലാ ദിവസങ്ങളും വന്നാൽ ഇതൊന്നും ഓപ്പൺ അല്ല. പക്ഷെ അടിപൊളി ഒരു സീ വ്യൂ ഇവിടെ തുടങ്ങിയാണ്. എനിക്ക് കയറാൻ പറ്റൂടാ? ബാഗ് വരഞ്ഞ എൻ്റെ തലയല്ല വരഞ്ഞത്. ഇതൊക്കെ ഹിഡൻ ഏരിയ ആണ് കേട്ടോ, രക്ഷയില്ല. ഓക്കെ, ഇവിടെ നിന്നാ അവിടെ നമ്മൾ പോയത് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. തലയൊക്കെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തല ഇടിക്കും. അയ്യോ, ഇത് അടുത്തൊരു ഏരിയ. ഇവിടെയൊക്കെ തല താന്ന് തന്നെ പോകണം കേട്ടോ, അല്ലെങ്കിൽ തല അടിക്കും. ഇത് ഒരു ഷോർട്ട് കട്ട്. ഇത് കടൽ നമ്മൾ താഴെ എത്തി. അതാണ് അടിമലത്തുറ ബീച്ച് സെറ്റ്. ഇതവിടെ നോക്കിയ ഷിപ്പ് കാണാൻ കേട്ടത്, അവിടെ ഷിപ്പുണ്ട്. അന്നദാനം ഇവിടെയാണ് നമ്മളെ പാചകപ്പുര. ഇത് ഫുഡൊക്കെ റെഡിയാക്കി ഏകദേശം എല്ലാ വാർപ്പൊക്കെ ഏകദേശം തീർന്നു വരെയാണ്. അടുത്ത സാധനം ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. നാളെ 50,000+ ആൾക്കാർ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഫുൾ സെറ്റപ്പിലായിട്ട് റെഡിയായിരിക്കുകയാണ് നമ്മളെ ഈ ഒരു പാചകപ്പുര. വേസ്റ്റ് ബോക്സിൽ കളയാം. അപ്പോൾ എന്തൊക്കെ ഉണ്ട് എൻ്റെ ഇവിടെ? ചോറ്, സാമ്പാർ, കിച്ചടി, തോരൻ, അവിയൽ, അച്ചാർ. ഇത് അച്ചാറാണ്, നെല്ലിക്ക അച്ചാർ. ഓക്കെ, ഇത് തീയലെന്ന് പറയും. പിന്നെ പായസം. അവിടെ അവൻ സദ്യ കഴിക്കുന്നു. ഈ ഒരു ഭാഗത്ത് സീ വ്യൂവും കണ്ട് കുറേ ടൈം പാസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ. ഇനി നമുക്ക് ആഴിമല ബീച്ചിലോട്ട് പോകാം. ആഴിമല ബീച്ചല്ല, നമ്മളെ അടിമലത്തുറ ബീച്ചാണ് കേട്ടോ ശരിക്കും. നിങ്ങൾ നടന്ന് താഴോട്ട് ഇറങ്ങണം. ഇത് ഇവിടെ ഉണ്ട് ഒരു ഫുഡ് കോർട്ട് ഏരിയ. പിള്ളേരെ പൊക്കിയതാണ് കേട്ടോ, 2 മാങ്ങ വെച്ച്. പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചാണ് ഈ വിസിലടിച്ച പട്ടി വരുമെന്ന്. ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ ആരുമില്ല, അങ്ങ് ഇവിടെ ഏരിയയിൽ ആരുമില്ല, പട്ടിയില്ല. അന്ന് കാണിച്ച നമ്മുടെ ടോണി അല്ലേ? യെസ്, ടോണി കുട്ടനും ഇല്ല. അപ്പോൾ ലൈവായിട്ട് കാണിച്ചു കൊടുത്താലോ? യെസ്. എവിടെയാണോ ടോണിക്കുട്ടൻ? ഞാൻ കണ്ടു ടോണിക്കുട്ടനെ.
ഇതേ ടോണിക്കുട്ടൻ അവിടെ ഉണ്ട് കേട്ടാ. ഇതോ വരുന്നുണ്ട് ടോണിക്കുട്ടൻ സൗണ്ട് ഇതേ വരുന്നുണ്ട്. എടാ അന്ന് ഇൻസ്റ്റയിൽ കാണിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു ഇങ്ങനെ നടക്കുമോ ഇല്ലയോ ആണോ അല്ലയോ എന്നൊക്കെ. പക്ഷേ ഇത് ലൈവാണ്. ഇതാ ടോണിക്കുട്ടൻ ഓടി വരുന്നുണ്ട് അവിടെ കൂടെ. കാണാനും വിശ്വസിക്കുന്നത് ഓടി വരുന്നുണ്ടോ ആ കട്ടി കൂടെയൊക്കെ. ഇതൊരു അൺകട്ട് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ബിക്കോസ് നമ്മുടെ ടോണിക്കുട്ടൻ വരുന്ന ആ ഒരു ദൃശ്യം അന്ന് കാണിക്കാൻ പറ്റിയില്ല. എന്താ ഈ ഒരു ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കടകൾ നമുക്ക് താഴോട്ട് പോകാം. എന്തായാലും ടോണിക്കുട്ടൻ വരും, ടോണിക്കുട്ടൻ വന്നിരിക്കും, അതാണ് അതിൻ്റെ സത്യം. പക്ഷെ നമുക്ക് അതേപോലെ ഞാൻ നിങ്ങളിവിടെ കടകളെ കാണിച്ചു തരാം. ഇതിവിടെ പൈനാപ്പിൾ മാങ്ങി വയ്ക്കുന്ന കടകളൊക്കെ ഇത് ഇവിടെ ഉണ്ട്. എന്താ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ആ ടോണിക്കുട്ട നമ്മുടെ ടോണി വന്നു. ടോണിയുടെ ഹായ് പറ. അത് ഞാൻ കുടിക്കും, നീ മാങ്ങ കഴിച്ചാൽ മതി. മസ്റ്റ് റെക്കമെൻഡ് ഒരു സാധനം കേട്ടോ, വന്നാൽ കുടിക്കാൻ പറ്റിയ സാധനം. ഒരു കിലോ മാങ്ങ, ഒരു തൈര്, രണ്ടും കൂടി നല്ല കിടിലം കോമ്പിനേഷൻ. ഇപ്പം വരും വയറിളവൊന്നല്ലേ. ഒരു കൈ ലോട്ടറിയും കൂടെ, ഒരു കോടിയും കൂടെ വെച്ചോ. അടിമലത്തുറ ബീച്ച് കേട്ടോ, സെറ്റ് സ്ഥലം. ഇത് അടിമലത്തുറ ബീച്ച് വരുന്ന വഴി, ഇത് ആഴിമലയിൽ നിന്ന് ജസ്റ്റ് നടന്നു വരുന്ന വഴി. സെറ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടതല്ലേ, അടിപൊളി. പക്ഷേ മഴയെ കാണുമ്പോൾ ഇവിടെ മഴ സീസണൊക്കെ ആകുമ്പം ഇത് ഫുൾ വെള്ളം കൊണ്ട് കവറാവും. ഞാൻ കടൽ കയറും ഇങ്ങോട്ടൊക്കെ, ഇവിടെ ഒന്നും വരാൻ പറ്റൂല. അപ്പം അത്രയ്ക്കും കടൽ കയറിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് നടന്ന് വരാൻ പറ്റും ഈ പോർഷനൊക്കെ. ടോണിനോട് അങ്ങോട്ട് ബീച്ചോട് നടന്നു. ഇവിടെയൊക്കെ കടൽ വെള്ളം കയറുന്ന ഒരിടമാണ് കേട്ടോ. ചെരുപ്പിൻ്റെ അകത്ത് വെള്ളം കയറും. കടൽ തീരത്ത് വന്ന് എൻജോയ് ചെയ്യുന്ന ഫാമിലികൾ ഇവിടെ ഹോഴ്സ് റൈഡിങ് കൊണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡിങ് ഇവിടെ 100 രൂപയാണ് കേട്ടോ. നമ്മുടെ ടോണിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണത്. ശിവ സ്റ്റാച്യൂരെ സ്കൾപ്ചർ ഉണ്ടാക്കിയ നമ്മളെ ശില്പിയുടെ പേര് ദേവദത്തൻ. ലൈവായിട്ട് കിട്ടിയത് ഇപ്പോൾ ഇരുട്ടിലാണ് കാണുന്നത്. മുഖം ഇവിടെ മുഖം ക്ലിയർ ആയിട്ട് കാണിച്ചത്. ഇത്തിരി വെയിലിപ്പാണ് അടിക്കുന്നത്. അന്ന് വീഡിയോ എടുത്തപ്പോൾ വന്നതേ ഉള്ളൂ പറഞ്ഞു. ഇന്ന് വന്നതേ ഉള്ളൂ. ഛത്തീസ്ഗഡ് പുതിയ പ്രോജക്റ്റ് ഛത്തീസ്ഗഡ്. ശങ്കർ ആര്യമാനോടൊപ്പം ഞാൻ നിങ്ങൾ സ്വന്തം മൈലോൻസ് സൈനിക വാർത്ത വീഡിയോ കാണാൻ. അപ്പുറത്തേക്കും ടാറ്റ ബൈ ബൈ. മക്കൾ ശ്രീ ശിശുപാല, ശ്രീ ഉദയകുമാർ, ശ്രീ ശിബുപാൽ, ശ്രീ